മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രി പദം ബി.ജെ.പിയിലേക്കാണ്. ശിവസേന, എൻ.സി.പി എന്നീ പാർട്ടികളിൽ നിന്ന് ഓരോ ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകും. മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രിയായിട്ട് ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് പറയുന്നത്. മഹായുതി സഖ്യം തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് 3 കക്ഷികളും അവകാശവാദം ഉന്നയിച്ചതോടെ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണം വൈകുകയാണ്. ബി.ജെ.പി തങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് ശിവസേനയുടെ വാദം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത നേതാക്കൾ ഇടപെട്ടുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എൻ.ഡി.എ സഖ്യകക്ഷികളായിട്ടുള്ള ബി.ജെ.പിക്കും ശിവസേനയ്ക്കും ഇടയിൽ രൂപപ്പെട്ട തർക്കവും അയയുന്നു എന്നും പറയാം. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എടുക്കാമെന്നാണ് ഏക്നാഥ് ഷിൻഡെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഞാനൊരു തടസ്സമാകില്ല എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും. ഷിൻഡെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതും അതുതന്നെയാണ്. മുന്നണിയിലും പാർട്ടിയിലും ആരും അസ്വസ്ഥനല്ല, ഒരു സ്ഥാനത്തിനും അത്യാഗ്രഹമില്ല എന്നും കാവൽ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസിന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലായിരുന്നു ബി.ജെ.പി എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ ശിവസേന ശക്തമായിട്ടുള്ള എതിർപ്പുമായി രംഗത്ത് വന്നതോടെ സർക്കാർ രൂപീകരണം നീളുകയായിരുന്നു. അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ് അവസാനം ഷിൻഡെ പറഞ്ഞു നിർത്തിയത്. മുന്നണിയിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ വ്യാഴാഴ്ച ഡൽഹിയിലെത്തി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. 2019-ലും സമാനമായ പ്രതിസന്ധിയിലേക്ക് എൻ.ഡി.എ സഖ്യം പോയിരുന്നു. അന്ന് അവിഭക്ത ശിവസേന, ബി.ജെ.പിയും സഖ്യം ചേർന്ന് മത്സരിക്കുകയും ഭൂരിപക്ഷം നേടുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ശിവസേന സഖ്യം വിടുകയും കോൺഗ്രസും എൻ.സി.പിയുമായി ചേർന്ന് അധികാരത്തിലെത്തുകയുമായിരുന്നു. പിന്നീട് ശിവസേനയെ പിളർത്തി അവരുടെ നേതാവ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാക്കി ബി.ജെ.പി അധികാരം തിരികെ പിടിക്കുകയായിരുന്നു. പിന്നീട് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ എൻ.സി.പിയെയും പിളർത്തി. 2019-ലെ നിന്ന് വ്യത്യസ്തമായി ശിവസേനയുടെ പിന്തുണയില്ല എങ്കിലും എൻ.സി.പി പിന്തുണയിൽ ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിൽ ഇന്ന് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 288 അംഗ നിയമസഭയിൽ 132 സീറ്റുകളിലാണ് ബി.ജെ.പി വിജയിച്ചിട്ടുള്ളത്. ശിവസേനയ്ക്ക് 57ഉം എൻ.സി.പിക്ക് 41 സീറ്റുകളുമാണുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 145 പേരുടെ പിന്തുണ മതി. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ എത്തുന്നത്. അതേസമയം സ്ത്രീകൾക്ക് വരുമാനം നൽകുന്നത് എൻ.ഡി.എയുടെ പദ്ധതി വൻ ജനപ്രീതി നേടാനായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തലും. ഒരുമിച്ച് നിന്നാൽ നമ്മളെല്ലാം സുരക്ഷിതർ എന്ന പ്രചാരണമായിരുന്നു ബി.ജെ.പി നടത്തിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയതും. എം.വിക്കുള്ളിൽ സീറ്റ് വിഭജനത്തിലടക്കം വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെ ശിവസേന, യു.ബി.ടിയും കോൺഗ്രസും തമ്മിലായിരുന്നു പ്രധാന തർക്കം. ഇത് സ്ഥാനാർത്ഥി പട്ടിക വൈകാനും കാരണമായി തീർന്നിരുന്നു. അതേസമയം ബി.ജെ.പി പല സീറ്റുകളിലും വിമതരെ പിൻവലിക്കുന്നതിൽ വിജയിച്ചിരുന്നു. ഇത് വോട്ട് ഭിന്നിച്ചു പോകാതിരിക്കാനടക്കം എൻ.ഡി.എ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിക്ക് വലിയൊരു നേട്ടം അവിടെ കൊയ്യാൻ കഴിഞ്ഞതും. അതുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്തുന്നത് മോദി സർക്കാർ തന്നെയാണ്.